നമ്മുടെ ഉത്തരാഖണ്ഡ് യാത്രയുടെ 4ാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ ഉള്ളത് വിജയ്പുര എന്നുള്ള സ്ഥലമാണ്. ഈ വിജയ്പുര ബീജാപ്പൂർ രണ്ടും ഒന്നാണ്. പണ്ട് ബീജാപ്പൂരായിരുന്നു, പിന്നെ അത് വിജയപുരയാക്കി പേര് മാറ്റിയതാണെന്ന് തോന്നുന്നു. കേൾക്കുമ്പോൾ രണ്ടും ഒരുപോലെയുണ്ട്. വിജയ്പൂർ, വിജയപുര, വിജയ്പൂർ എന്നൊക്കെ പേര് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ വിജയ്പുരയിലുള്ള ഗോൾ ഗംബസ് കാണാൻ വേണ്ടിയാണ്. ഗോൾ ഗംബസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇത് കാണാൻ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. ഒരാൾക്ക് 25 രൂപയാണ്. അപ്പോൾ 2 ടിക്കറ്റ് നമ്മൾ എടുത്ത് കയറി. ഇതിൻ്റെ പ്രത്യേകത, ബീജാപ്പൂർ സുൽത്താനായ ആദിൽ ഷാഹിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശവകുടീരമായി നിർമ്മിച്ചതാണ് ഈ ഗോൾ ഗംബസ്. അദ്ദേഹം ബീജാപ്പൂർ സുൽത്താനായിരുന്നു. ആദിൽ ഷാഹി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെയും ബന്ധുക്കളുടെയും ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ പ്രത്യേകത, 17ാം നൂറ്റാണ്ടിലാണ് ഇത് പണി ചെയ്തത്. പക്ഷേ ഇത് പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോഴും അൺഫിനിഷ്ഡ് ആണ്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷേ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ബാക്കിൽ കാണുന്ന ആ ഡോം ഉണ്ടല്ലോ, ആ താഴികക്കുട, ഒരു ഭീമാകാരനായ താഴികക്കുടമാണ്. അത് സാധാരണ അങ്ങനെ കാണുന്നതല്ല. അത് അക്കാര്യത്തിൽ ഇത് വളരെ ഫേമസ് ആണ്. ഇതിൻ്റെ ഡോമിൻ്റെ കാര്യത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ട്രക്ചറാണ്. നല്ല രസമുണ്ട്. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇതുള്ളത്. ഇതിനോട് ചേർന്ന് ചുറ്റും കുറേ നിർമ്മാണങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട്. ഒരു കാലത്ത് ഒരുപാട് യുദ്ധങ്ങൾക്കും പടയോട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ് ഈ ബീജാപ്പൂർ. മ്യൂസിയമാണ്. മ്യൂസിയം തുറന്നിട്ടില്ല. എൻ്റെ മുന്നിൽ പീരങ്കി വെച്ചിട്ടുണ്ട്. ഭയങ്കരമായ പീരങ്കിയാണ് കേട്ടോ. പീരങ്കി ഉണ്ടോ? ചെറുതും വലുതുമായ പീരങ്കികളാണിത്. ഇതിപ്പോൾ ഒരു 8 അടി വരും. ഇതൊരു 16 അടി വരും. ഒരു ഭീകരനായ പീരങ്കിയാണിത്. എത്ര ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ടാവും. അതൊരു കുഞ്ഞു പീരങ്കിയാണിതാ. ഒരു 6 അടി 7 അടി വരും. അതുപോലെ ഇവിടെയും ഉണ്ട് കാനോൺസ്. ഉരുക്ക് കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണത്. ഉരുക്ക് ഉണ്ടോ? ഇത് എത്ര പേര് ചുമന്നാലാണ് ഇതിനെ ഒരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റുക? ഇതുണ്ട, ഉരുക്കാണ്. എൻ്റെ അമ്മോ, ഇത് ഭീകരനായൊരു സാധനം. ഓക്കെ, ഇതൊരു 16-17 അടി നീളം വരുന്ന സാധനമാണ്. ഇത്രയും വലിയൊരു പീരങ്കി ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊരു 10-17 അടി നീളം വരും. എന്താണ് ഉരുക്ക് സ്ട്രക്ചർ! ഒരു ഉഗ്രൻ സ്ട്രക്ചറാണ് കേട്ടോ. ഒരു 100-120 അടി ഉയരം വരും. 1, 2, 3, 4, 5, 6, 7. അതിൻ്റെ മുകളിലൊരു ഡോം. അവിടെ ഒരു ഡോമുണ്ട്, ഇവിടെ ഒരു ഡോമുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഭീകരനായൊരു ഡോമുണ്ട്. അടിപൊളിയാട്ടോ, ഉഗ്രൻ സ്ട്രക്ചറാണ്. അടിപൊളിയൊരു സ്ട്രക്ചറാണ് കേട്ടോ. നോക്കൂ, ഇതിൻ്റെ മുകളിലൊരു ഗാലറി ഉണ്ട്. നമുക്ക് അവിടേക്ക് കയറാൻ പറ്റും. ഇതുണ്ടോ, ആ ഡോം കണ്ടോ? ഇത് അടിപൊളിയാണ്, സൂപ്പറാണ്. ഇത്രയും വലിയ ഡോം ഞാൻ കണ്ടിട്ടില്ല. ഡോം എന്ന് വെച്ചാൽ താഴികക്കുടം എന്ന് പറയില്ലേ നമ്മൾ പള്ളികളിലൊക്കെ പുതിയ മോളിൽ കാണുന്നത്. എന്താ കിടിലമാണ്. വളരെ വലിയൊരു സ്ട്രക്ചറാണ്. ഈ കാണുന്നത് ഇത് ടോംബാണ്, ശവകുടീരമാണ്. അവിടത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ബീജാപ്പൂർ സുൽത്താനായ ആദിൽ ഷാഹിയുടെ ശവകുടീരമാണ്. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇതൊരു മുകളിലൊരു ഗാലറി ഉണ്ട്, നമ്മൾ അങ്ങോട്ട് കയറാൻ പോവുകയാണ്. ഇതിൻ്റെ ഈ ഗോൾ ഗംബസ്, ഇതാണ് ഗോൾ ഗംബസ്. ഇതിൻ്റെ മുകളിലേക്കുള്ള ഗാലറിയിലേക്കുള്ള പടവുകളാണ്. ഇത് നമുക്ക് ഓർമ്മ വരുന്നത് കുത്തബ് മിനാറുണ്ട്. കുത്തബ് മിനാർ അല്ല, ചാർമിനാർ. ഡൽഹി. നമ്മൾ ഇതിൻ്റെ ഗോൾ ഗംബസിൻ്റെ മുകളിലുള്ള ഗാലറിയിലേക്ക് കയറുകയാണ്. ഇത് പറഞ്ഞത് മാറിപ്പോയതാണ്. കുത്തബ് മിനാർ അല്ല, ചാർമിനാർ. ഹൈദരാബാദിലെ ചാർമിനാർ അതിൻ്റെ ഗോപുരമുണ്ട്. അവിടത്തേക്ക് കയറുന്നത് ഇതുപോലെ പടി കയറിയാണ് പോകുന്നത്. നല്ല കുത്തനെയുള്ള പടവുകളാണ്.
അടിപൊളി. ഇങ്ങനെ കയറി വന്ന് അതിലേ കയറി പോകണം. കൊള്ളാം. നമ്മൾ പുറമേ നിന്ന് കണ്ട ആ നിലകളില്ലേ, ആ നിലകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ 2 നിലയോളം നമ്മൾ കയറി ഇങ്ങനെ അടുത്ത നിലയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ ഗോൾ ഗുംബസിൻ്റെ 4 ഭാഗത്തും ഇതുപോലെ എന്താണ് ഇതുപോലെ പുറത്ത് ഓരോ സ്റ്റെയർ കേസുകളുണ്ട്. ഇങ്ങനെ ഇതുണ്ട്. അതൊരെണ്ണം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരെണ്ണം. ഇനി ഉണ്ടോ എൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരെണ്ണം, അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേറെണ്ണം ഉണ്ട്. അതങ്ങനെയാണ്. ഇങ്ങനെയാണ് ഈ സുൽത്താനേറ്റ് ടൈപ്പ് എന്താണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഗോൾ ഗുംബസിൻ്റെ മുമ്പിൽ കാണുന്നത് മ്യൂസിയമാണ്. അത് കടന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ച ഉണ്ടോ, ബീജാപ്പൂർക്ക് കാണാം, ടൗണിൽ കാണാം. ഹായ്, ട്രെയിനൊക്കെ പോകുന്നുണ്ടല്ലോ. ബീജാപ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഇരിക്കും. യെസ്, ഒരു ട്രെയിൻ പോകുന്ന. നോക്കൂ, ഇത്രയും ഉയരത്തിലെ ഈ കല്ലുകൾ എത്തിച്ചേക്കുന്നത് അത്ഭുതം തന്നെയാണ്, പറയാൻ പറ്റില്ല. നമുക്ക് ഇത് കണ്ടോ, താഴേക്ക് ഇത്രയും കുഴിയാണ്, ഇത്രയും താഴ്ചയുണ്ട്. എന്നിട്ടും ഈ കല്ലുകൾ ഇങ്ങനെ കൊത്തി പണിഞ്ഞെടുത്തതിൻ്റെ മുകളിൽ വയ്ക്കുക എന്ന് പറയുമ്പോൾ ഇത്തരം നിർമ്മിതികളിലെല്ലാം തത്തകൾ താമസമാക്കിയിട്ടുണ്ട് കേട്ടോ. 3 തത്തകൾ. അന്ന് മറ്റേ നമ്മളിവിടെ പോയല്ലോ, ആഗ്ര ഫോർട്ടിൽ പോയപ്പോഴും അവിടെയും തത്തകളുണ്ട്. ഇവിടെ ആകുമ്പോൾ ഇവർക്ക് സ്വസ്ഥമായിട്ടിരിക്കും. ഇത്രയും ഉയരത്തിലാകുമ്പോൾ വേറെ ശല്യങ്ങളൊന്നുമില്ല. നിറയെ തത്തകളാണ്. കൊള്ളാം, നല്ല കാര്യം, അടിപൊളി. അവിടെ എൻ്റെ ഒരു ഭയങ്കര സ്നേഹം നോക്കി ഉണ്ടോ? രണ്ടുപേരും ഭയങ്കര സ്നേഹം കണ്ടോ? സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്നാണല്ലോ. ഇയാൾക്കിതൊന്നും കാണാൻ പറ്റാത്തോട്ട് മാറിയിരിക്കുക. അങ്ങനെ നമ്മൾ 7 നിലകൾ കയറി ടോപ്പിലെത്തി. ഇതാണ് നമ്മൾ താഴ്ന്ന് കണ്ട ആ ഭീമാകാരനായ താഴികക്കുടം. വാവ്, അടിപൊളി. നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഈ ഒരു ഊടുവഴിയിലൂടെയാണ് നമ്മൾ അകത്ത് കയറുന്നത്. അകത്ത് കയറിയാൽ ഗോൾ ഗുംബസിൻ്റെ ഉൾഭാഗം നമുക്ക് കാണാം. നമ്മൾ താഴ്ന്ന് കണ്ടതാണ്. വാവ്, എക്കോ ഉണ്ടോ? മൈ ഗോഡ്, എക്കോ സൂപ്പർ. സൂക്ഷിക്കട്ടെ, താഴെ പോവേ. എനിക്ക് ഉയരം ഭയങ്കര പേടിയാണ്. ഇത് കണ്ടോ ഖബർ? എനിക്ക് ഭയങ്കര പേടിയാണ്, ഉയരം ഭയങ്കര പേടിയാണ്. ഉഗ്രൻ എക്കോ. ഇങ്ങോട്ട് മാറിയില്ലേ? സൂപ്പർ, വണ്ടർഫുൾ എക്സ്പീരിയൻസ്. വാവ്, ഓഹോ, സൂപ്പർ, അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ്. അപ്പൊ ബീജാപ്പൂർ വന്നാൽ നമ്മൾ ഗോൾ ഗുംബസ് നിർബന്ധമായും കണ്ടിരിക്കണം. എക്കോ എന്ന് വെച്ചാൽ കൃത്യമായി, വളരെ വ്യക്തമായി, ഉച്ചത്തിൽ നമുക്ക് എക്കോ അറിയാൻ പറ്റും. വീഡിയോയിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഉണ്ടോ? ഓഹോ. അകത്തെ ഗാലറിയിൽ നിന്ന് പുറത്തിറങ്ങി ബാൽക്കണിയിലൂടെ ഇങ്ങനെ നടക്കുന്നു കേട്ടോ. 4 ഭാഗത്തും 4 ഗോപുരങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ബീജാപ്പൂർ നഗരം ഇതിൻ്റെ മുകളിൽ നിന്ന് അടിപൊളിയായിട്ട് കാണാം. സൂപ്പർ. ഇത് കണ്ടോ ബീജാപ്പൂർ? പുറമെ കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു നഗരമായിട്ടാണ് തോന്നുന്നത്. പുതിയ കെട്ടിടങ്ങളൊക്കെയാണ്, നല്ല ഒരു പുതിയൊരു നഗരമായിട്ട് തോന്നുകയാണ്. അങ്ങ് അകലെ വേറെ 2 ഡോമുകൾ കാണുന്നുണ്ട്. ഇതും ഇതിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇതിലൂടെയൊന്നും എൻട്രി ഇല്ല കേട്ടോ, ഇതൊക്കെ അടച്ചിട്ട്. ഇതും ഗോപുരമാണ്, കോണി വഴി കയറി വരാം, പക്ഷേ ഇതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്.
ബീജാപ്പൂർ നഗരം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ഇവിടെ. അകത്ത് എക്കോ, അസാമാന്യ എക്കോ, സൂപ്പർ. ഇതിലൂടെ നമുക്ക് ഗാലറിയിൽ കിടക്കാം. നാല് ഭാഗത്തും 4 ഗോപുരം, അതിലൂടെ ഇങ്ങനെ അകത്തേക്ക് കയറാൻ വഴിയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വിജയ്പുരയിൽ നിന്നും പുറപ്പെട്ടു. സോലാപൂർ വഴി ഔറംഗാബാദിലേക്ക് പോവാണ്. നല്ല റോഡാണ്, നാഷണൽ ഹൈവേ 50 ആണ്. അങ്ങനെ നമ്മൾ കേരളം, കർണാടക, നമ്മുടെ 3ാം സ്റ്റേറ്റായ മഹാരാഷ്ട്രയിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അങ്ങനെ മഹാരാഷ്ട്രയിൽ കൂടെ ഒരാൾ വണ്ടി ഓടിക്കുന്നത് ആദ്യമായിട്ടാണ്. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ പെരേര. നമ്മളിപ്പോൾ സോലാപൂർ എന്ന സ്ഥലത്തെത്തി. ടൗണിലേക്ക് കിടക്കുന്നില്ല, ലെഫ്റ്റ് തിരിഞ്ഞ് ഇങ്ങോട്ട് പോയാൽ സോലാപൂർ ടൗൺ എത്തും. നമ്മൾ നേരെ നാഷണൽ ഹൈവേയിലൂടെ മുന്നോട്ട് തന്നെ പോവുകയാണ്. റോഡൊക്കെ നല്ലതാണ്. കുറച്ച് ഭാഗത്ത് നല്ല തിരക്കായിരുന്നു. ഈ സോലാപൂർ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു നഗരമാണ്. അതുകൊണ്ടാണ് ഈ ഹൈവേയിലും തിരക്ക് വരുന്നത്. സോലാപൂർ മാർക്കറ്റിനുള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല തിരക്കാണ്. റോഡ് ചെറിയ റോഡാണ്. കുറച്ച് ദൂരം കൂടെ ട്രാഫിക് ഇതാണ്. കുറച്ച് ദൂരം കഴിഞ്ഞാൽ ഓക്കെയാണ്. ഓട് ഓക്കെ. അവനിവിടെ തിരിയാനാണോ? തിരിയാനാണ്. നമ്മളിപ്പോൾ സോലാപൂർ മാർക്കറ്റിനുള്ളിലൂടെയാണ് പോകുന്നത്. ആക്ച്വലി ഈ മാർക്കറ്റ് കയറേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ ഇതിനുള്ളിലൂടെയാണ് കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ റിംഗ് റോഡ് ഉണ്ടായിരുന്നു. മാർക്കറ്റിനുള്ളിൽ കയറാതെ പുറത്തുകൂടെ പോകാമായിരുന്നു. അപ്പോൾ ഗൂഗിൾ കാണിച്ചതാണ്. അതുകൊണ്ട് കുറച്ച് ട്രാഫിക് ജാമിൽ പെട്ടു, ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു. എന്നാലും സാരമില്ല. അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സോലാപൂർ മാർക്കറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റി. നമ്മൾ വിജയ്പുരിൽ നിന്ന് പുറപ്പെട്ട് ഗോൾ കോമ്പസ് ഒക്കെ കണ്ട് ഇപ്പം ഏകദേശം 280 കിലോമീറ്ററായി. നമ്മൾ സോലാപൂർ ബീഡ് വഴിയാണ് നമ്മൾ ഔറംഗാബാദിലേക്ക് പോകുന്നത്. ഇനിയൊരു 160 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ ഏകദേശം 2.25 മണിക്കൂറാണ് കാണിക്കുന്നത്. റോഡ് സൂപ്പർ റോഡാണ്. 6 വരി പാതയാണ്. നല്ല റോഡാണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. സൂപ്പർ റോഡാണ്. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് കാണാനൊന്നുമില്ല. ഇത് തന്നെയാണ്, ഈ ഓട്ടം തന്നെയാണുള്ളത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്, നല്ല ഹോട്ടൽസ് ഒന്നും ഇപ്പോഴത്തെ ഒരു 3 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഹോട്ടലൊന്നും സൈഡിലൊന്നും കാണാൻ പറ്റിയില്ല. ധാബകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ തട്ടുകടകൾ, ചായക്കടകൾ, വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ ഉണ്ട്. പക്ഷേ നല്ലൊരു സ്റ്റാൻഡേർഡുള്ള ഒരു വൃത്തിയുള്ള ഹോട്ടലൊന്നും കണ്ടില്ല. ഒരു ചുരം റോഡാണ് കേട്ടോ. നമ്മൾ ബീഡ് എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്.
ചുരമാണ്. ഇങ്ങനെ മല വെട്ടി വകഞ്ഞ് മാറ്റി ഉണ്ടാക്കിയ റോഡാണ്. കൊള്ളാം. ഒട്ട കുന്നുകളാണ് ഇവിടെ. അതോ ഇതിപ്പോ മല ഉണങ്ങി കിടക്കുകയാണ്. പക്ഷെ മഴ കഴിഞ്ഞിട്ട് വന്നാൽ ഭയങ്കര ഭംഗിയായിരിക്കും ഇവിടെ. മഴ പെയ്ത് പുല്ലൊക്കെ കിളിർത്ത് പച്ചപ്പ് നിറയുമ്പോൾ സൂപ്പർ വ്യൂ ആയിരിക്കും. ഇങ്ങോട്ടുള്ള വ്യൂ നല്ല രസമുണ്ട്. പോകുന്ന വഴിക്ക് ഒരു ലേക്ക് കണ്ടു. ഇതിൻ്റെ പേര് ബിന്ദുസാര ലേക്ക് എന്നാണ്. ബിന്ദുസാരൻ നമ്മളെ പഴയ മൗര്യ സാമ്രാജ്യത്തിൻ്റെ ആളാണോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം മധ്യപ്രദേശ്, മൂന്നാം സ്ഥാനം മഹാരാഷ്ട്ര, നാലാം സ്ഥാനം ഉത്തർപ്രദേശ്. ഇങ്ങനെയാണ് വലിപ്പത്തിൻ്റെ സീനിയോറിറ്റി വരുന്നത്. അങ്ങനെ നമ്മുടെ 4ാമത്തെ ദിവസത്തെ യാത്രയുടെ സൺസെറ്റാണ്. ഇന്നലെയും നമ്മൾ സൺസെറ്റ് വീഡിയോ എടുത്തായിരുന്നു. ഇതാ സൺസെറ്റ്. സൂര്യേട്ടൻ അസ്തമിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഔറംഗാബാദിലെത്താറായി. ഏകദേശം ഒരു 100 കിലോമീറ്റർ കൂടെ ഉണ്ട്. 100 കിലോമീറ്റർ. ഇന്ന് വണ്ടി കൂടുതലും നമ്മുടെ സുഹൃത്താണ് ഓടിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ കുറച്ചേ ഓടിച്ചുള്ളൂ. ഇന്ന് ഞാൻ റെസ്റ്റായിരുന്നു. നമ്മൾ ഔറംഗാബാദിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു പാലം കടക്കാൻ പോവുകയാണ്. ഗോദാവരി നദിക്ക് കുറുകെയുള്ള പാലമാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. ഇന്ത്യയിലെ 2ാമത്തെ നീളമേറിയ നദിയാണ് ഗോദാവരി നദി. 1ാമത്തത് ഗംഗയാണ്, 2ാമത്തത് ഗോദാവരി. 1465 കിലോമീറ്റർ നീളമുണ്ട്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഉത്ഭവിച്ച് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡിലൂടെ ഒഴുകി അങ്ങ് ആന്ധ്രാപ്രദേശിലെ രാജമുന്ദ്രിയിൽ, ബേ ഓഫ് ബംഗാളിൽ, അതായത് ബംഗാൾ ഉൾക്കടലിൽ അവസാനിക്കുന്ന നദിയാണ് ഈ ഗോദാവരി നദി. ഇത് ഞങ്ങളിതിനെ ഇവിടെ ആന്ധ്രാപ്രദേശിൽ വെച്ച് ഇതിനെ കണ്ടിട്ടുണ്ട് നമ്മൾ. ഈ നദി കടന്നു പോകുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് ഷഹ്ഗാദ് എന്നാണ്. ഈ നദിയെ ദക്ഷിണ ഗംഗ എന്നും അറിയപ്പെടുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ തവണ നോർത്ത് ഇന്ത്യ ട്രിപ്പ് പോയപ്പോൾ രാജമുന്ദ്രിയിലാണ് താമസിച്ചത്. ഈ ഗോദാവരി നദി വന്ന് ചേരുന്നത് ഈ രാജമുന്ദ്രിയിലാണ്. അവിടെ ഒരു പ്രത്യേകത, ഒരു പാലമുണ്ട്. ആ പാലത്തിൽ മുകളിൽ കൂടെ റോഡ് ഗതാഗതവും തൊട്ട് താഴെ ട്രെയിൻ ഗതാഗതവും ഉണ്ട്. അതൊരു പ്രത്യേകതയാണ്. വളരെ നീളമുള്ളൊരു പാലമാണത്. നമ്മളിപ്പോൾ ഔറംഗാബാദ് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഒരു 20 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അടിപൊളിയാണ്. ഉക്കറ്റാണ്. ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. വലിയൊരു സിറ്റിയാണ് ഈ ഔറംഗാബാദ് സിറ്റി. അപ്പോൾ രാവിലെ നമ്മൾ വിജയപുരിയിൽ നിന്ന് പുറപ്പെട്ടു 450 കിലോമീറ്റർ ഓടിയാണ് നമ്മൾ
ഔറംഗാബാദിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് അത്യാവശ്യം നല്ല ഓട്ടമായിരുന്നു.